ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കേരള സ്റ്റൈലിൻ്റെ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് തൂർ ദാലാണ് വേണ്ടത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുമ്പളങ്ങ അല്ലെങ്കിൽ ലോക്കി 1 കപ്പ് ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി കട്ട് ചെയ്തത്, കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുക്കറിൽ 2 വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യത്തെ വിസിൽ വന്ന ഉടനെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം രണ്ടാമത്തെ വിസിൽ വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാലിക്ക് 2 വെളുത്തുള്ളി, 1 സ്പൂണ് ജീരകം, പിന്നെ 1/2 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക, 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച നമ്മുടെ നാളികേരത്തിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ ബാക്കിയുള്ള പേസ്റ്റും കൂടി നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്യാസ് ഒന്ന് വേണമെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല തള വന്നിട്ടുണ്ട്, നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.